പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. 33-ാം സങ്കീർത്തനം 6-ാം വാക്യം, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. സ്തോത്രം. നീ വിളിക്കുന്ന ദൈവത്തെ നിനക്ക് അറിയാമോ എന്ന് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നാം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എൻ്റെ യേശു കർത്താവിനെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയോ? സ്തോത്രം. എൻ്റെ യേശു കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് ഉത്തരം അരുളുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും ദൈവസന്നിധിയിലാണോ നീ നിലവിളിക്കുന്നത്? അതിന് മധ്യേ ഇറങ്ങി വരും നിശ്ചയമായിട്ടും. കാരണം വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായെന്ന് കർത്താവിൻ്റെ വചനമുണ്ട്. സ്തോത്ര. വചനത്തിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മനുഷ്യൻ പറയുന്ന വാക്കല്ല, സർവശക്തനായ സർവജ്ഞാനിയായ സർവത്തിനും ഉടയവനായ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായെന്ന് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് ഏതു നേരത്തും വിളിക്കുവാൻ നമുക്കൊരു കർത്താവ് ഉണ്ട്. സ്തോത്രം. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സർവശക്തനായ സർവത്തിനും ഉടയവനായ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ നമ്മുടെ യേശു കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. ഇതൊരു ഭാവനയല്ല, ഒരു കെട്ടുകഥയല്ല, സങ്കല്പമല്ല. ഇത് സർവ വല്ലഭനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ വലിയൊരു ശക്തിയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒന്നുകൂടെ വചനത്തിൽ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ ദൈവം ജീവിക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ നിന്നുപോയിട്ടില്ല, ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധി നിലവിളിച്ചോ, ദൈവസന്നിധിയിൽ അടുത്ത് നിന്നോ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനപ്രകാരം നീ ജീവിച്ചോ, അതിലൊരു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണുവാൻ ദൈവസന്നിധിയിൽ നാം ഒരുങ്ങി നിന്ന് പ്രത്യാശയോടെ നിന്ന്, ഓ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ നിത്യതയിൽ എത്താമെന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ഈ ദിനങ്ങൾ കർത്താവ് തരുന്ന അവസരങ്ങൾ നീ പാഴാക്കി കളയല്ല. ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുക. ഹല്ലേലൂയ. പ്രകൃതി വരെ കർത്താവ് പറഞ്ഞതനുസരിച്ച് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് വെറുതെ ഹല്ലേലൂയ ആ വാക്കുകൾ പറയുന്നതല്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹം ഹല്ലേലൂയ ആഴമേറിയ വിശ്വാസം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആരൊക്കെയാണോ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നത്, ആരൊക്കെയാണോ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ഉറച്ചു നിൽക്കുന്നത്, അവർക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വചനം പറയുന്നു, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. സ്തോത്ര. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവൻ്റെ വചനത്താൽ, യഹോവയുടെ വചനത്താൽ ആകാശം എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നമ്മുടെ ഹല്ലേലൂയ നാവ് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഓ വാക്കുകൾ കൊണ്ട് ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ. എൻ്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല കുഞ്ഞെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ ആലോചന ഞാൻ കേട്ടതാണ്. എന്തുകൊണ്ടല്ല ജീവിതത്തിൽ നടക്കുന്നില്ല? നീ ആഴമേറിയ വിശ്വാസം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നിശ്ചയമായിട്ട് നീ പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവ് ഉണ്ടെന്ന്, കർത്താവ് ജീവനുള്ള ദൈവമാണ്, കർത്താവിൻ്റെ വാക്കിന് വിലയുണ്ടെന്ന് നീ വിശ്വസിക്കുക. കർത്താവിൻ്റെ വാക്കിന് ഹല്ലേലൂയ വലയിറക്കിയ സീമോൻ പത്രോസിന് ഓ ഹല്ലേലൂയ വല കീറാറ് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ, പെരുത്ത മീൻകൂട്ടം കിട്ടിയതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ ജനമേ, ദൈവം വചനം കേൾക്കുക. നീ തയ്യാറാക്. അതിന്റെ വില നീ ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഓ മനുഷ്യൻ പറയുന്ന വാക്കല്ല, ദൈവത്തിന്റെ വാക്കെന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞാൽ പ്രകൃതി വരെ അനുസരിക്കും. ഓ ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്റെ വാക്കിനാൽ
കൃപയാൽ ഹല്ലേലൂയ ഉളവായത് നാം വായിച്ചു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത്രയൊക്കെ ഹല്ലേലൂയ കാര്യങ്ങൾ നമുക്കറിയാം, എന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വാസം കടന്നു വരുന്നു. ഹല്ലേലൂയ, ക്രിസ്തുവിലുള്ള ഹല്ലേലൂയ ആഴമേറിയ വിശ്വാസം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോ നീ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനു മധ്യേയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും നിശ്ചയം.